നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിൽ മത്സര രംഗത്ത് 78 സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗ്യാരണ്ടി വാഗ്ദാനം പൊള്ളയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാട്ടിന് ബൃന്ദ കാരാട്ടിന്റെ മറുപാട്ട്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. ബിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മാരകായുധമാണെന്ന് സഭ. ബില്ലിൽ നിന്ന് പിറകോട്ടില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ആക്രമണം തുടർക്കഥയായതോടെ ഗൾഫ് മേഖല ആശങ്കയിൽ. UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ പ്രവാസികൾ. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 78 പേരാണ് മത്സരരംഗത്തുള്ളത്. 10 പേർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് മാത്രം സ്ഥാനാർത്ഥികളുള്ള നാട്ടികയിലാണ് കുറവ് സ്ഥാനാർത്ഥികൾ. നാട്ടികയിൽ ഒഴികെ മുഴുവൻ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ഗുരുവായൂർ, മണലൂർ, ചേലക്കര, കയ്പമംഗലം മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ചുരുങ്ങിയ ദിവസം മാത്രമാണ് മുന്നിലുള്ളത് എന്നതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാട്ടിന് മറുപാട്ട് പാടിയായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ മറുപടി. പോറ്റിയെ സോണിയെ കാണിച്ചത് ആരപ്പ എന്നായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായുള്ള ബൃന്ദ കാരാട്ടിന്റെ മറുപാട്ട്. തൃശൂർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ബൃന്ദയുടെ പ്രതികരണം. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി വാഗ്ദാനം പൊള്ളയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നൽകിയ ഗ്യാരണ്ടികളൊന്നും പാലിച്ചില്ല. on the record of what his governments have done, because in all 3 states the Congress government has betrayed its promises to the people. LDF BJP ഡീൽ എന്നത് കോൺഗ്രസിന്റെ നുണപ്രചാരണമാണെന്ന് പറഞ്ഞ ബൃന്ദ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും കോൺഗ്രസ് വോട്ടുകൾ BJP-യിലേക്ക് പോയെന്നും ആരോപിച്ചു. A deal is based on quid pro quo. Where is the quid pro quo? The quid pro quo is when Congress MPs and MLAs join the BJP. The quid pro quo is when they transfer their votes to the BJP. And that is something that neither the UDF nor the BJP can tolerate. വയനാട് ദുരന്തത്തിൽ വീട് വയ്ക്കാൻ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക് എവിടെയെന്നും അവർ ചോദിച്ചു. കേരളത്തിലെ LDF സർക്കാർ 10 വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളുടെയും വികസനങ്ങളുടെയും ചർച്ചകൾ വഴിതിരിച്ചുവിടാനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നത്. In the last 10 years, there has not been a single case of communal violence here in Kerala. The students, the youth, the scheduled castes, the scheduled tribes, workers, peasants, these are all the sections which are coming out vocally in support of the LDF. So we are confident that it will be the LDF which will be supported by the people who get it up and right. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസും BJP-യും തയ്യാറാകുന്നില്ല. പകരം നുണകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതെല്ലാം ജനം തള്ളിക്കളയുമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. TCV തൃശൂർ. FCRA നിയമ ഭേദഗതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മറ്റൊരു മാരകായുധമാണെന്ന് സഭയുടെ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ട് പോലും ഒരു മറയുമില്ലാതെ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഇത് സൂചനയല്ല, കൃത്യമായ സന്ദേശമാണെന്നും ദീപിക കുറ്റപ്പെടുത്തി. ഇതേസമയം ബില്ലിൽ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ചകൾക്കില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കോൺഗ്രസും CPM-ഉം ചേർന്ന് നടത്തുന്നത് നുണപ്രചരണമാണെന്ന് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച FCRA നിയമ ഭേദഗതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ആന്റോ തൊറയൻ, സെബാൻ നടക്കലാൻ, ലീല വർഗീസ്, ജെയിംസ് മുട്ടിക്കൽ, നോബി മണ്ണുത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ ഇതിനകം തന്നെ നിരവധി ഹോട്ടലുകൾക്ക് താഴ്വീണ് കഴിഞ്ഞു. ഇനിയും കുറേ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളാകട്ടെ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും പറയുന്നു. അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ബിജുലാൽ വില കൂട്ടാൻ തന്നെയാണ് തീരുമാനം. നിലവിലെ സാഹചര്യം തുടർന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഹോട്ടൽ വ്യാപാര മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. 70% ഹോട്ടലുകളും അടഞ്ഞു കഴിഞ്ഞു. നിലവിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കാവട്ടെ അതിഭീമമായിട്ടുള്ള പ്രവർത്തന ചെലവ് മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. ജീവനക്കാരുടെ ഇല്ലാത്ത പ്രതിസന്ധി, ജീവനക്കാരെ അടച്ചിട്ടാൽ പോലും ആ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം. പാചകവാതക വിതരണമാണെങ്കിൽ അത് പ്രതിദിനം വളരെ കൂടും നമ്മൾ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം നിർദ്ദേശങ്ങളും അതിൻ്റെ പരിഗണനകളും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. പ്രത്യേകമായി പറയുന്നത്, അതായത് ഹോട്ടലുകൾക്ക് ആവശ്യാനുസരണം വാണിജ്യ സിലിണ്ടറുകൾ നൽകുമെന്ന് പറയുമ്പോഴും അത് ലഭ്യമാവുന്നില്ല എന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നു. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഭൂരിഭാഗവും. 70% സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഇവരാണെന്ന് പറയുമ്പോൾ ഈ വേളയിൽ ഇവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം കൂടിയാവുമ്പോൾ വിലവർധനയിലേക്കാണ് പോകുന്നതും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. യുദ്ധം ഇടവേളയില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖല ആശങ്കയിൽ. യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിട്ടിട്ടും ആക്രമണത്തിന് അയവ് വന്നിട്ടില്ല. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം നീളുന്നതോടെ ഗൾഫ് മേഖല പ്രതിസന്ധിയിലാവുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആശങ്കയോടെയാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. വിവിധ മേഖലകളെ യുദ്ധം ബാധിക്കുന്നത് തൊഴിലിനെയും ബാധിക്കുമെന്ന സ്ഥിതിയിലായിട്ടുണ്ട്. എണ്ണവില വർധന സർവ്വമേഖലയിലും വിലക്കയറ്റം ഉണ്ടാക്കുമെന്ന ആശങ്കയുണ്ട്. ഇതേസമയം UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. 3 തരം പെട്രോളിനും വില വർദ്ധിച്ചു. ഡീസലിനും 2 ദിർഹത്തിനടുത്ത് വില വർദ്ധിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവിള രാരുവളപ്പിൽ നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. ആനപ്രിയനായ ആൺകുട്ടിയെ വിവിധയിടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഭൂമിയിലെ ദേവമേളയായ ആറാട്ടുപുഴ പൂരം ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. പൂരത്തിന്റെ നെടുനായകത്വം വഹിക്കാൻ പുറപ്പെട്ട തേവർക്ക് ഭക്തർ നൽകിയത് രാജകീയ വരവേൽപ്പ്. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് രാവിലെ ഉപചാരം ചൊല്ലി തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് പഴുവിൽ വെണ്ട്രശ്ശേരി ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പൂരച്ചടങ്ങിന്റെ ഭാഗമായി 5000-ഓളം പേർക്ക് കഞ്ഞി വിതരണം ചെയ്തു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ആഘോഷത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനം. കോടികളുടെ തട്ടിപ്പ് നടന്ന പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചാവക്കാടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ക്രൈംബ്രാഞ്ച് ഇക്കണോമിക് ഫെൻസ് വിംഗ് ആണ് പരിശോധന നടത്തിയത്. സ്ഥാപനത്തിൽ 2019 മുതൽ തട്ടിപ്പ് നടന്നതായി പറയുന്നു. 100-ലധികം പ്രവാസികളിൽ നിന്ന് 20 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. നിക്ഷേപകർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചാണ് കേസ് നടത്തുന്നത്. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്കിനെ ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് പടിയം കൊട്ടാരപ്പറമ്പ് ചിറാക്കോലി വിജയൻ മകൻ 38 വയസ്സുള്ള വിജിത്താണ് മരിച്ചത്. കളക്ടറേറ്റിൽ അർദ്ധരാത്രി വരെ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്ത് ചൊവ്വാഴ്ച പുലർച്ചെ ഭാര്യ ഗൃഹത്തിലേക്ക് പോകുമ്പോൾ കേച്ചേരി പന്നിത്തടത്ത് വെച്ചായിരുന്നു സംഭവം. ബൈക്കിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർഡിയക് അറസ്റ്റാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭൌതിക ശരീരം തൃശൂർ കളക്ടറേറ്റിൽ പൊതുദർശനത്തിന് വച്ചു. ചാവക്കാട് സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിൽ. മലപ്പുറം എടക്കര പലയമാട് പുതിയത്ത് ശ്രീരാജാണ് പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഇയാൾ ജയിൽ ചാടിയത്. ജയിലിലെ കേടായ എക്സോസ്റ്റർ ഫാൻ നന്നാക്കാൻ ഇയാളെ സെല്ലിന് പുറത്തിറക്കി കെട്ടിടത്തിന് മുകളിൽ കയറ്റിയിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സമീപത്തുള്ള മരത്തിൽ കയറി രക്ഷപ്പെട്ടത്. പ്രതിയെ പിന്നീട് ഗുരുവായൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പിടികൂടിയത്. 15-കാരിയെ പീഡിപ്പിച്ചതിന് പാവറട്ടി പോലീസാണ് പോക്സോ കേസിൽ ഇയാളെ പിടികൂടി റിമാൻഡ് ചെയ്തത്. പാഞ്ഞാൾ തലപ്പിള്ളി 13-ാം വാർഡിൽ 3 സെന്റ് മിച്ചഭൂമി സർക്കാരിൽ നിന്ന് ലഭിച്ചയാൾക്ക് വീട്ടിലേക്കെത്താൻ വഴിയില്ലെന്ന പരാതിയിൽ പാഞ്ഞാൾ പഞ്ചായത്ത് സെക്രട്ടറി സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത. 3 മീറ്റർ വീതിയുള്ള വഴിയോടുകൂടിയാണ് 3 സെന്റ് സ്ഥലം അനുവദിച്ചതെന്ന് ശ്രീധരൻ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞു. എന്നാൽ നിലവിൽ വീടിന്റെ മുന്നിലൂടെ വാഹനം വരാനുള്ള വഴി ലഭ്യമല്ല. ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുമായി പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. കൊടുങ്ങല്ലൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ചതായി പരാതി. മേത്തല വയലമ്പം സ്വദേശി കലാക്കശ്ശേരി രാജുവിനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ഗോകുലിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. അമ്പലത്തിൽ നടപ്പനം തൊഴുകാൻ വേണ്ടി പോയതാണ്. ഇവനിങ് അടയേറിയൊരു ഭീഷണിപ്പെടുത്തി വന്ന് ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇവന്റെ പേര് കുറെ കേസുണ്ട്, നീ വേണമെങ്കിൽ സ്റ്റേഷനിൽ വന്ന് നോക്കിക്കൂടാ, നീ നിന്റെ വീട്ടിൽ കയറി ഞാൻ തല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും. ഈ ആണാണോടാ, നിന്റെ പേര് വല്ല കേസുണ്ടാടാന്നൊക്കെ ചോദിച്ചിട്ട് വർത്താനം എന്റെ കൈ നീരും പിന്നെ വെച്ചിട്ട് തലക്കിടിച്ച് ഇടിച്ച കവളത്തിൽ ഇടിച്ചിട്ട് നേരെ ഓടി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ഞാൻ പോലീസുകാർ നേരെ ബ്ലഡ് ഒഴിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്കാണ് കയറി ചെന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇതും കണ്ടൂല. ഞാൻ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് 28-ാം തീയതി 11 മണിക്ക് ശേഷമാണ് സംഭവിച്ചത്. ഇത്ര ദിവസമായിട്ട് ഇന്നാണ് വന്നത് പോലീസുകാർ ഇന്ന് അന്വേഷണത്തിൽ വന്നതാണ്. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അടയ്ക്ക മാർക്കറ്റിന്റെ ഉടമയായ ചേറു മാർക്കറ്റിന്റെ ലൈസൻസ് പുതുക്കിയില്ല. ഇതോടെയാണ് മാർക്കറ്റ് പ്രവർത്തനം നിർത്താൻ കാരണം. ഉത്തരേന്ത്യയിൽ പോലും പ്രസിദ്ധമായ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് മറ്റൊരു സ്ഥലത്ത് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ. മുൻപ് അടയ്ക്ക മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെ പുതിയ മാർക്കറ്റ് ആരംഭിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിലവിലെ അടയ്ക്ക മാർക്കറ്റിന് 70 കൊല്ലത്തോളം പഴക്കമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വൻ തിരക്കാണ് അടയ്ക്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്കാണ് കച്ചവടത്തിനെത്തിയിരുന്നത്. കാലക്രമേണ അടയ്ക്ക വ്യാപാരം കുറഞ്ഞതോടെ അടയ്ക്ക മാർക്കറ്റിന്റെ പ്രൗഢിയും കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. പെരിഞ്ഞനത്ത് ഭർത്താവ് ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെരിഞ്ഞനം കുറ്റിലക്കടവിലെ പ്രളയപുര സ്വദേശി കൊച്ചാട്ട് സിന്ധുവിനാണ് പരിക്ക്. കഴുത്തിൽ കത്തികൊണ്ടുള്ള മുറിവേറ്റ ഇവർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് മഹേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് സ്വദേശിനി മുഹസിനയുടെയും കുഞ്ഞിന്റെയും മരണം നിർഭാഗ്യകരമാണെന്നും എന്നാൽ അതിന്റെ മറവിൽ അക്യുപങ്ചർ ചികിത്സകരെയും ആ മേഖലയെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്നും ഇന്ത്യൻ അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹസിനയ്ക്ക് ആശുപത്രിയിൽ നൽകിയ ചികിത്സയും അമിതമായ മരുന്ന് പ്രയോഗവും സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും നിരപരാധികളായ ചികിത്സകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സംഘടനാ ഭാരവാഹികളായ പ്രസിഡന്റ് ഷുഹൈബ് റിയാലു, ജനറൽ സെക്രട്ടറി CK സുനീർ മുക്കം, വൈസ് പ്രസിഡന്റ് സയ്യിദ് അക്രം മലപ്പുറം എന്നിവർ പങ്കെടുത്തു. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഉള്ളതെന്ന് മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽക്കലാംബ. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മാളയിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൽക്കലാംബ. ലക്ഷക്കണക്കിന് ഭക്തരുടെ നേർച്ചയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ CPM അപഹരിച്ചതെന്നും അൽക്കലാംബ പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ അധ്യക്ഷയായി. തെലങ്കാന IT വകുപ്പ് മന്ത്രി ശ്രീധർ ബാബു, AICC നിരീക്ഷകൻ JR ലോംബോ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ, ജില്ലാ പ്രസിഡന്റ് T നിർമ്മല എന്നിവരും സംസാരിച്ചു. ജയിലുകളിലെ അന്തേവാസികളുടെ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കണമെന്ന പരാതി തീർപ്പാക്കി മനുഷ്യാവകാശ കമ്മീഷൻ. 2026 ജനുവരി 9-നാണ് അന്തേവാസികളുടെ വേതനം വർദ്ധിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ കേസ് തീർപ്പാക്കിയത്. ഇതിനു മുൻപ് 2018-ലാണ് ഏറ്റവും അവസാനമായി വേതന വർധനവ് നടത്തിയത്. തടവുകാരുടെ തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ കമ്മീഷൻ അംഗം V ഗീതയുടെ നിർദ്ദേശാനുസരണമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 വർഷമായി അന്തേവാസികളുടെ വേതനം വർദ്ധിപ്പിക്കാത്തത് തടവുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി റിപ്പോർട്ടിൽ പറഞ്ഞു. 50% വേതന വർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. തൃശൂർ വെസ്റ്റ് ഉപജില്ല അധ്യയന വർഷം നടത്തിയ കായികമേള വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫികൾ വിതരണം ചെയ്തു. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ട്രോഫികളുടെ വിതരണ ഉദ്ഘാടനം വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ മിലിറ്ററി ഫുട്ബോൾ കോച്ച് താഹിറുദ്ദീൻ സാഹിബ് VM മുഖ്യാതിഥിയായിരുന്നു. നിർമ്മല കോൺവെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക ഹിത ഫ്രാൻസിസ്, അധ്യാപക സംഘടനാ പ്രതിനിധി ജോബി ബെൻസ്, കായിക അധ്യാപക പ്രതിനിധി അനൂപ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 202 പോയിന്റോടെ പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1-ാം സ്ഥാനവും 124 പോയിന്റോടെ HS അരിമ്പൂരും 99 പോയിന്റോടെ മനക്കൊടി സെന്റ് ജോസ് കോൺവെന്റ് UP സ്കൂളും ഓവറോൾ ട്രോഫികൾ കരസ്ഥമാക്കി.
തൃശൂർ ജവഹർ ബാലഭവനിൽ അവധിക്കാല ക്യാമ്പ് ഏപ്രിൽ 6 മുതൽ നടക്കുന്നു. കലാകായിക കരകൗശല ഇനങ്ങളിലായി 15 വിഷയങ്ങളിൽ മെയ് 30 വരെ ക്ലാസുകൾ നടക്കും. ചിത്രകല, സംഗീതം, ജൂഡോ തുടങ്ങിയവയാണ് പഠന വിഷയങ്ങൾ. LKG മുതൽ +1 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണെന്ന് ബാലഭവൻ ഭാരവാഹികൾ പറഞ്ഞു. ഇനി വാണിജ്യം. പ്രശസ്ത ഇവന്റ് ഗ്രൂപ്പായ വൈറ്റ് സ്മോക്ക് ഇവന്റ് മാനേജ്മെന്റിന്റെ പുതിയ സംരംഭമായ വൈറ്റ് സ്മോക്ക് റിതം ഓഫ് ഡാൻസ് എന്ന നൃത്ത സംഗീത അഭിനയ വിദ്യാലയം അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി സ്കൂൾ ആനുവൽ ഡേ ഷോസ് ഏറ്റെടുത്ത് നടത്തിവരുന്ന പ്രസിദ്ധമായ ഇവന്റ് ഗ്രൂപ്പാണ് വൈറ്റ് സ്മോക്ക്. കുന്നത്തങ്ങാടി മിൽക്ക് ഡയറിക്ക് സമീപം നാരായണ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച വൈറ്റ് സ്മോക്ക് റിതം ഓഫ് ഡാൻസ് നൃത്ത സംഗീത അഭിനയ വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ശ്രുതി ജയൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച പ്രമുഖ കലാകാരന്മാരെ റിതം അവാർഡ് നൽകി ആദരിച്ചു. റിതം പുരസ്കാരങ്ങൾ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി വിതരണം ചെയ്തു. കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ സി രാവുണ്ണി, ഓട്ടം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, നാടക കലാകാരൻ ഉഷാധരൻ, കേരള നടനം കലാകാരൻ ഡോക്ടർ ജോയ് കൃഷ്ണൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വൈറ്റ് സ്മോക്ക് ജീവനക്കാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വൈറ്റ് സ്മോക്ക് റിതം ഓഫ് ഡാൻസ് ഡയറക്ടർ ജിൻഡോ തെക്കിനിയത്ത്, പ്രധാന നൃത്ത അധ്യാപിക പ്രസീത ബൈജു, അഡ്മിനിസ്ട്രേറ്റർ രേഷ്മ സുരേന്ദ്രൻ, നാടകാചാര്യൻ അനിൽ പരക്കാട്, പുരസ്കാര ജേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഹിപ് ഹോപ്പ്, വെസ്റ്റേൺ ഡാൻസ്, സുംബ, യോഗ, കർണാട്ടിക് സംഗീതം, ഫിലിം ആക്ടിംഗ് തുടങ്ങിയവയെല്ലാം വൈറ്റ് സ്മോക്ക് റിതം ഓഫ് ഡാൻസ് എന്ന നൃത്ത സംഗീത അഭിനയ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. ഫീസില്ലാതെ പ്രായഭേദമന്യേ ഏവർക്കും ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കാമെന്നുള്ളതാണ് റിതം ഓഫ് ഡാൻസ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾക്ക് 8075093885 9526119669. തൃശൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മികവിന്റെ നാമധേയമായി മുന്നേറുകയാണ് വെങ്ങടിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂൾ. തൃശൂർ ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും 7 കിലോമീറ്റർ മാറി വെങ്ങണിശ്ശേരി എന്ന ശാന്തസുന്ദരമായ ഗ്രാമത്തിൽ ഹിൽ ടോപ്പിലാണ് ഗുരുകുലം പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 8.5 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ വിദ്യാലയം CBSE അഫിലിയേറ്റഡ് ആണ്. രക്ഷിതാക്കളുടെ അഭിപ്രായത്തിനും കുട്ടികളുടെ അഭിരുചിക്കും പ്രഥമ പരിഗണന നൽകുന്ന ഈ സരസ്വതി മന്ദിരം കഴിഞ്ഞ 33 വർഷമായി 100% വിജയം നേടി ജില്ലയ്ക്ക് അഭിമാനമായി നിലകൊള്ളുകയാണ്. CBSE അധ്യാപകർക്ക് ട്രെയിനിംഗ് നൽകുന്ന പാനലിലെ അധ്യാപകർ നേതൃത്വം നൽകുന്ന അധ്യാപകരുടെ ശിക്ഷണത്തിൽ 1000-ലധികം വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. തൃശൂരിൽ ആദ്യമായി സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവന്നതിന് പുറമെ സ്കൂളുകളിൽ അപൂർവമായി മാത്രമുള്ള അഡൽട്ട് തിങ്കറിംഗ് ലാബ് സൗകര്യം വരെ ഒരുക്കിയാണ് ഗുരുകുലത്തിന്റെ പ്രവർത്തനം. കൂടാതെ കിഡ്സ് ഗാർഡൻ, സ്വിമ്മിംഗ് പൂൾ, വിശാലമായ കളിസ്ഥലം, ആധുനിക രീതിയിലുള്ള ലാബുകൾ എന്നിവയെല്ലാം സജ്ജമാണ്. പഠനത്തിനൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് തെളിയിക്കുന്ന ഗുരുകുലം സ്കൂള് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് യോഗ, കളരി, കരാട്ടെ, ചെസ്, അബാക്കസ്, സ്കേറ്റിംഗ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഫുട്ബോളിൽ ജില്ലയിലെ മികച്ച സ്കൂൾ ടീമുകളിലൊന്നായ ഗുരുകുലം കബഡിയിൽ ദേശീയ തലത്തിൽ ടോപ്പ് ടീമുകളിലും ഒന്നാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC യൂണിറ്റുകളുടെ പ്രവർത്തനവും മികവുറ്റതാണ്. വരും വർഷത്തിലും മികവ് ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗുരുകുലം പബ്ലിക് സ്കൂൾ. കൂടുതൽ വിവരങ്ങൾക്ക് 9496631339. അക്കൗണ്ടൻസ് കോഴ്സുകളിലൂടെ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ രംഗത്ത് മുന്നേറ്റം തുടരുകയാണ് തൃശൂരിലെ മാ ക്യാമ്പസ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ യുവതീ യുവാക്കൾക്ക് മികച്ച ജോലിയും അവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ CSR സംരംഭമായ മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാ ക്യാമ്പസ്. ആരംഭിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മേഖലയിൽ മികച്ച നേട്ടം കരസ്ഥമാക്കാൻ മാ ക്യാമ്പസിന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. CA, CS, CMA, ACCA കോഴ്സുകളാണ് മാ ക്യാമ്പസിലുള്ളത്. സ്മാർട്ട് ക്ലാസ് റൂമുകളും പരിചയസമ്പന്നരായ വിദഗ്ധ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിലുള്ള പരിശീലനവും മാ ക്യാമ്പസിന്റെ പ്രത്യേകതയാണ്. വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ, ഓഫ്ലൈൻ വാരാന്ത്യ ക്ലാസുകളും സ്പെഷ്യൽ ആഫ്റ്റർനൂൺ എക്സാം ഓറിയന്റഡ് സെക്ഷനുകളും റെസിഡൻഷ്യൽ ബാച്ചസും മാ ക്യാമ്പസ് ലഭ്യമാക്കുന്നുണ്ട്.
കൂടാതെ BPL വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള 30% സ്കോളർഷിപ്പും മാ ക്യാമ്പസിന്റെ മാത്രം സവിശേഷതയാണ്. ഇതിനു പുറമെ കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെന്റും മാ ക്യാമ്പസ് ഉറപ്പു നൽകുന്നു. തൃശൂർ പൂങ്കുന്നത്തെ ക്യാമ്പസിന് പുറമെ വലപ്പാട്, പാലക്കാട് എന്നിവിടങ്ങളിലും മാ ക്യാമ്പസ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിച്ച് മുന്നേറുന്ന മാ ക്യാമ്പസിന്റെ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. പരിമിത സീറ്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അഡ്മിഷനും മറ്റു വിവരങ്ങൾക്കുമായി 8943359991. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,685 രൂപ, പവന് 1,09,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിൽ മത്സര രംഗത്ത് 78 സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗ്യാരണ്ടി വാഗ്ദാനം കൊള്ളയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാട്ടിന് ബൃന്ദ കാരാട്ടിന്റെ മറുപാട്ട്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. ബിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മാരകായുധമാണെന്ന് സഭ. ബില്ലിൽ നിന്ന് പിറകോട്ടില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ആക്രമണം തുടർക്കഥയായതോടെ ഗൾഫ് മേഖല ആശങ്കയിൽ. UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ പ്രവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.